ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്ട്രീറ്റ് ഫുഡ് റെസിപ്പി ആയിട്ടുള്ള ഒരു ചോളം ചുട്ടതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഈ എരിവും പുളിപ്പും ഒക്കെയുള്ള ഈ ചോളം ചുട്ടത് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 ചോളം എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾക്ക് ചോളമൊക്കെ നല്ല വില കുറവിന് കിട്ടുന്ന സമയമാണ്. പിന്നെ ചോളം കുട്ടികൾക്കായാലും വലിയവർക്കായാലും കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ചോളം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ആ നാരുകളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വെറുതെ ഉപ്പിട്ട് പുഴുങ്ങിയാൽ തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും, കഴിക്കണതും നല്ലതാണ്. ഇതുപോലെ നമ്മൾ ചോളത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ നാരൊക്കെ നല്ലോണം കളഞ്ഞെടുക്കണം. ഇതുപോലെ നമുക്ക് എല്ലാ ചോളവും ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ചോളവും അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നാരുകളൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നാരുകളൊക്കെ നന്നായിട്ട് കളയാനായിട്ട് നോക്കണം. ഇനി നമുക്കിത് കഴുകിയിട്ട് നല്ലോണം ഒന്ന് കഴുകി വേവിക്കാനായിട്ട് നോക്കാം. ഇപ്പോൾ നമ്മുടെ ചോളം വേവിക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കോണിലൊക്കെ നല്ലോണം ഉപ്പ് പിടിക്കും. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകിയിട്ടുള്ള കോൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് പാത്രത്തിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ വിസ്താരമുള്ള കുക്കർ ഉണ്ടെങ്കിൽ അതിൽ വേവിക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കോൺ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ചോളം ചുട്ടെടുക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ചോളം ആണ് ഞാൻ ചുട്ടെടുക്കാനായിട്ട് പോണത്. ബാക്കി നമുക്ക് പുഴുങ്ങിയത് തിന്നാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ എരിവുള്ള മുളക് പൊടിയൊന്നും ചേർക്കണമെന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാനിവിടെ ഒരു ചെറുനാരങ്ങ കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ആവശ്യത്തിനനുസരിച്ച് ഇതിൽ സ്ക്വീസ് ചെയ്ത് കൊടുക്കാനാണ്. ഞാനിത് ഈ ചെറുനാരങ്ങയുടെ ഒരു പകുതി എടുത്തിട്ട് മുളക് പൊടിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഉപ്പും മുളകും പൊടിയിലും ഒന്നും തേച്ചിട്ട് നമുക്ക് ഈ ചോളത്തിൻ്റെ മീതെ ഒന്ന് നല്ലോണം തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ആ തേച്ച് പിടിപ്പിക്കുമ്പോൾ ചെറുനാരങ്ങ നീര് ഒന്ന് പിഴിഞ്ഞ് അതിലേക്ക് ആക്കാനായിട്ട് നോക്കണം. അപ്പോൾ ആ ഉപ്പും എരിവും പുളിയും ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിൽ തേച്ച് പിടിപ്പിക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് മുളകും പുളിയും ഒക്കെ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ കോണുമ്മിയൊക്കെ ചെറുനാരങ്ങ നീരും ഉപ്പും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. ഞാനിത് ഇനി ചുട്ടെടുക്കാനാണ് പോണത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്രില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഗ്രില്ലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗമ്മ വെച്ചിട്ട് ഈ കോണ് ഒരു കമ്പിയുമയോ പപ്പടക്കോലുമയോ ഒക്കെ കുത്തിയിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ഞാനിത് ഗ്രില്ലുമ്മ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ വെച്ച് ഓരോ ഭാഗവും നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെറിയ തീയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കോണ് ഇതുമ്മ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് തിരിച്ചൊക്കെ ഓരോ ഭാഗവും തിരിച്ച് വെച്ച് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ചുടണ സമയത്ത് ഇങ്ങനെ പൊട്ടി തെറിക്കും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നിൽക്കണം ഇത് ചുട്ടെടുക്കുമ്പോൾ. ഹൈ ഫ്ലെയിമിലോ ഒന്നും ഇട്ട് കൊടുക്കരുത്, നന്നായിട്ട് കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്കിത് ചുട്ടെടുത്താൽ മതി. ഓരോ ഭാഗമായി വരുമ്പോൾ നമുക്ക് തിരിച്ച് ഓരോ ഭാഗവും ചുട്ടെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചുട്ടെടുക്കണ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചെറുനാരങ്ങ നീരും മുളകും കൂടി ഒന്നും കൂടിയും ഇതുമ്മ തേച്ച് പിടിപ്പിക്കണമെങ്കിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പം ഞാനിത് കുറേശ്ശെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീര് അതിലൊന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ എരിവില്ലാണ്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ഇത് നന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഗ്രില്ല് ചെയ്ത കോണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നല്ല എരിവും പുളിപ്പും ഒക്കെ ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള കോൺ ചുട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.